ടു സെലം ലേണിംഗ് അബീബസ് ആണ്. മക്കളെ നമ്മുടെ സ്കൂളൊക്കെ തുറന്നു. നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് വാംത്ത് ഓഫ് ലവ് ആണ്. അതിൽ കിസ്സിങ് ഹാൻഡ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ കിസ്സിങ് ഹാൻഡിൽ നമ്മളൊരു റക്കൂണിൻ്റെ കഥയാണ് പഠിച്ചത് അല്ലേ. ഇതാ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു റക്കൂണിൻ്റെ പിക്ചർ ഇവിടെ മിസ് വെച്ചിട്ടുണ്ട്. ഇനി റക്കൂൺ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് റക്കൂൺ എന്ന് പറയുന്ന ഒരു ആനിമൽ. ഓക്കെ, സോ ഈ റക്കൂണിന് സ്കൂളിൽ പോകാൻ മടിയാണ് അല്ലേ. റക്കൂണിൻ്റെ പേരെന്തായിരുന്നു? ചെസ്റ്റർ എന്നാണ്. സോ നമ്മൾ കിസ്സിങ് ഹാൻഡ് പഠിച്ചവർക്കറിയാം ചെസ്റ്ററിന് സ്കൂളിൽ പോകാൻ മടിയാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും സംഭവ വികാസങ്ങളും ഒക്കെയാണ് നമ്മൾ കിസ്സിങ് ഹാൻഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചത്. സോ ഇൻ ദ സ്റ്റോറി ദ ലിറ്റിൽ റക്കൂൺ ഈസ് ഹെസിറ്റന്റ് ടു ഗോ ടു സ്കൂൾ അല്ല. സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ്, മടി പിടിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ ചെസ്റ്റർ. സോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. So read the following sentence from the story and note the words underlined. സ്റ്റോറി എന്നുള്ള കുറച്ച് സെൻറ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ സ്റ്റോറി പഠിച്ചതാണ്. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. ഓക്കെ, ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. ജസ്റ്റ് പറയുന്ന കാര്യങ്ങളാണ് അല്ലേ. ഐ വോണ്ട് ടു സ്വിങ് ഓൺ ദ സ്വിങ്. ഐ വോണ്ട് ടു സ്വിങ് ഓൺ ദ സ്വിങ്. അടുത്തെന്താ? ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ. I don't want to go to school. Chester felt his mother's kiss rush from his hand. So, ഈ സെൻറ്റൻസസിലൊക്കെ മിസ് കുറച്ച് വേർഡ്സ് നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. വിത്ത്, ഓൺ, ടു, ഫ്രം ഇതുപോലെയുള്ള വേർഡ്സ് മിസ് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതെന്താണ്? ഈ വേർഡ്സ് ഏതാണെന്ന് നിങ്ങൾക്കറിയാം? ഈ വേർഡ്സിന് എന്താ? നമ്മൾ ഇംഗ്ലീഷിലെ ഗ്രാമറിലെ പാർട്സ് ഓഫ് സ്പീച്ച് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണല്ലേ. സോ ഈ വേർഡ്സിന് എന്താ പ്രത്യേകത? ഈ വേർഡ്സിനെ നമ്മൾ എന്താ വിളിക്കുക? പിക്ക് ഔട്ട് few similar sentences from the story and write them down below. ഇതുപോലെയുള്ള സിമിലർ സെൻറ്റൻസസ് സ്റ്റോറിയിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ്. സോ ഇങ്ങനെയുള്ള വിത്ത്, ഓൺ, ടു, ഫ്രം ഇതുപോലെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ പ്രിപ്പോസിഷൻസ് എന്ന് പറയടാ. സോ ഈ പ്രിപ്പോസിഷൻസ് ഇറ്റ് ഡിസ്ക്രൈബ് ദ പ്ലേസ്, ഒരു സ്ഥലമോ അല്ലെങ്കിൽ സമയമോ ഡയറക്ഷനോ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് പ്രിപ്പോസിഷൻ. സോ ഇറ്റ് ഈസ് യൂസ് ബിഫോർ എ നൗൺ ഓർ പ്രോനൗൺ. ഒരു നൗണിനോ ഒരു പ്രോനൗണിനോ മുമ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. കണ്ടോ, വിത്ത്, ഓൺ ദ സ്വിങ് അല്ലേ, ടു ദ സ്കൂൾ സ്കൂളിലേക്ക്, ഫ്രം ഹിസ് ഹാൻഡ് കയ്യിൽ നിന്ന്. സോ ഒരു പ്ലേസിനെയോ ഒരു ടൈമിനെയോ ഒരു ഡയറക്ഷനെയോ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കുകളാണ് നമ്മുടെ പ്രിപ്പോസിഷൻസ്. സോ എക്സാമ്പിൾ നോക്കിക്കേ. അണ്ടർ, above, in, during, in, to, with, on, from ഇതൊക്കെ പ്രിപ്പോസിഷൻസ് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. The cat jumped over the box. The cat jumped over the box അല്ലേ. അപ്പോൾ ഓവർ എന്നുള്ളതാണ് ഇവിടെ പ്രിപ്പോസിഷൻ. സോ എന്താണ് പ്രിപ്പോസിഷൻസ് എന്ന് നമുക്ക് മനസ്സിലായി. നമ്മളോട് ചോദിച്ച ക്വസ്റ്റൻ എന്താ? പിക്ക് ഔട്ട് സിമിലർ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി. ഇതുപോലെ തന്നെ സ്റ്റോറിയിൽ നിന്ന് സിമിലർ ആയിട്ടുള്ള സെൻറ്റൻസസ് കണ്ടെത്തി എഴുതാനാണ് അല്ലേ. സോ സ്റ്റോറിയിൽ നിന്നുള്ള കുറച്ച് എക്സാമ്പിൾസ് ആൻസർ മെസ്സ് വെച്ചിട്ടുണ്ട്. ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു ടു അല്ലേ. I learned it from my mother and she learned it from her mother. Preposition ആണ്. Now he knew mother's love would go with him wherever he went. Okay. He turned to his mother and grinned. I want to read my books. കണ്ടോ, പ്രിപ്പോസിഷൻസ് വേറെ ഉള്ളതും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റോറിയിൽ സെൻറ്റൻസ് നിന്ന് കണ്ടെത്തി. സോ ഇതാണ് ഈ ഒരു ആക്ടിവിറ്റി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഇതുപോലെ രസകരമായിട്ട് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ വിഷയങ്ങളും നമുക്ക് പഠിക്കാം. ഇതിന് 5ാം ക്ലാസ്സിലെ മക്കളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ പൃഥ്വി ബാച്ച്. പൃഥ്വി ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 9995400800 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം. സോ നമുക്ക് ബാച്ചിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, ഐ ലവ് യു ഓൾ.